ഇപ്പോൾ ഒരാൾക്ക് ഹാർട്ടിൽ 5 ബ്ലോക്ക് വന്നു, നിങ്ങൾ എത്ര എക്സസൈസ് ചെയ്താലും ബ്ലോക്ക് മാറില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയേ വേണ്ട. ഇപ്പം ഞാൻ കറക്റ്റ് എക്സസൈസ് ചെയ്യുന്നുണ്ടല്ലോ ഡോക്ടർ, ഞാൻ ഫുഡ് തീരെ തൊടാറില്ല. പക്ഷേ ആ ബ്ലോക്ക് മാറിയില്ല ഒരിക്കലും. ബ്ലോക്ക് വന്നു കഴിഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബ്ലോക്ക് വരുന്നതിന് മുമ്പാണ് ഫുഡ് ഹാബിറ്റ്സ്. പലപ്പോഴും നമ്മൾ കാണാം ജങ്ക് ഫുഡ് കഴിക്കുന്നത്. ജങ്ക് ഫുഡ് മാത്രമല്ല, വീട്ടിലുണ്ടാക്കുന്ന ഫുഡിലും നമ്മൾ ഒരുപാട് ആർട്ടിഫിഷ്യൽ സാധനങ്ങൾ കൊണ്ടുവന്ന് അതിനകത്ത് മുഴുവൻ വളരെ ടേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അത് വളരെ ടേസ്റ്റുള്ള നല്ല നല്ല സാധനങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഈ മീനുണ്ടല്ലോ മത്തി, നല്ല ടേസ്റ്റുള്ള മീനാണ് അത്. പക്ഷെ ആരും വാങ്ങില്ല. എന്താ അറിയോ, അതൊരു പാവങ്ങളുടെ മീനാണ്. അത് തിന്ന് ഒരു എന്താ പറയുക, ഒരു വാല്യൂ ഇല്ലാത്ത മീനാണത്. പക്ഷെ ഏറ്റവും കൂടുതൽ ഹാർട്ടിന് നല്ല ഫിഷ് ഓയിൽ കിട്ടുന്ന ഒരു മീനാണത് ഈ സാഡൈൻ അതോ മത്തി. ഈ മത്തി ടേസ്റ്റ് ഉണ്ടാവും, വീട്ടിലുണ്ടാക്കി കുട്ടികൾക്ക് ഇത് പഠിപ്പിച്ചിട്ടേ ഇല്ല, കൊടുത്തിട്ടേ ഇല്ല ജീവിതത്തിൽ. പിന്നെ ഇങ്ങനെ അവർ തിന്ന് തന്നെ പിസ്സ വെച്ചിട്ടാണ് അവർ തുടങ്ങുന്നത് തന്നെ കുട്ടികൾ. പിന്നെ കുട്ടികൾ കരയുമ്പോൾ കൊടുക്കുന്നത് തന്നെ മറ്റേ മൊബൈൽ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ മറ്റേ TV ഓൺ ചെയ്തിട്ട് അവർ 3-4 മണിക്കൂർ അവരെ ശല്യം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മമാർ കാണുന്ന ചെറിയ ചെറിയ ചെപ്പടി വിദ്യകളാണ് ഇങ്ങനെ. അപ്പോൾ ഈ ചെറിയ കുട്ടികളെ തന്നെ ഈ വ്യായാമങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് അവർ ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അവർക്കത് പിൽക്കാലത്ത് അവർ വലുതാകുമ്പോൾ അസുഖം വന്നിട്ടല്ല ഇത് ചെയ്യേണ്ടത്. അസുഖം വന്നിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു 100-10% അത് ഹെൽപ്പാവും. ഈ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ചെറിയ വയസ്സിൽ തുടങ്ങി ഇതൊരു ഹാബിറ്റ്സാണ്. കുട്ടികൾ കളിക്കുക, രാവിലെ തന്നെ കുട്ടികൾ പോയി നടക്കാൻ പോകേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. കുട്ടികൾ എല്ലാ ദിവസവും വീട്ടിലെ അമ്മമാർ അവർ വീട്ടിലിരുത്തി പഠിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. എല്ലാവരും സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും 2 മണിക്കൂർ സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുക, കളിക്കാൻ പോവുക. അതിനകത്ത് മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല, ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ മാർക്കിനെ കൊണ്ടുള്ള കാര്യമുള്ളൂ. അതൊരു ഹാബിറ്റായി വരണം. അതിപ്പോൾ ഇനി കോളേജിൽ പോവുക, ജോലിക്കായി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് സമയം ഉണ്ടാവില്ല. വെറും കമ്പ്യൂട്ടറും മൊബൈലും രാത്രി മറ്റേ ഈ TV യും മറ്റേ മൊബൈലും വാട്സപ്പെല്ലായിട്ട് പിന്നെ രാവിലെ എണിക്കുന്ന ഡയറക്റ്റായിട്ട് ഒരു കാറിലോട്ടാണ്. പിന്നെ കുളിക്കാനും ഇതാക്കാനും വരെ സമയമില്ലാത്ത സമയമാണ്. അപ്പോൾ ഇതൊരു ഹാബിറ്റാക്കി എടുക്കണം. എങ്ങനെയാണ് ഹാബിറ്റാക്കി എടുക്കുക? ഹാബിറ്റാക്കി എടുക്കുന്നത് രാവിലെ വർക്കിലേക്ക് പോകുന്നത് നടന്നിട്ട് പോകാൻ പറ്റും, സൈക്കിളിൽ പോകാൻ പറ്റും. കഴിയുന്നത് മാർക്കറ്റിൽ പോകുമ്പോഴൊക്കെ കാർ ഉപയോഗിക്കാണ്ട് ഭാര്യനെയും കൂട്ടി അല്ലെങ്കിൽ ഫാമിലിനെ കൂട്ടി അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കൂട്ടി നടന്നു പോവുക. അതൊരു വ്യായാമമായി, അതേസമയത്ത് ഒരു മനസ്സിനൊരു പ്ലസ്. ഇതൊക്കെ ഒരു ഹാബിറ്റ്സാണ് ഉണ്ടാക്കുക. ലൈഫ് സ്റ്റൈൽ മാറുക അങ്ങനെയാണ്. അല്ലാണ്ട് എല്ലാ ദിവസവും രാവിലെ എണിച്ച് ഒരു 3 കിലോമീറ്റർ ഓടി തിരിച്ചു വന്നു, പിന്നെ നേരെ തന്നെ പിന്നെ അന്ന് മുഴുവൻ കാറിലാണ് പിന്നത്തെ യാത്ര. പിന്നെ എവിടെയും ഇറങ്ങൂല, എവിടെയും ലിഫ്റ്റ് കയറില്ല, സ്റ്റെപ്പ് കയറില്ല, എല്ലാത്തിലും ലിഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ വ്യായാമ രീതി തീരെ അനങ്ങാത്ത ഒരു സിസ്റ്റം, അത് ഈ തടി തീരെ അനങ്ങാത്ത സെഡൻറ്ററി ഹാബിറ്റ് എന്ന് പറയും. ഈ സെഡൻറ്ററി ഹാബിറ്റ് മാറ്റണം. സെഡൻറ്ററി ഹാബിറ്റ് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ജീവിത ശൈലിയാക്കി മാറ്റണം. അത് കുട്ടികളുടെ ഇടയിലും സ്കൂളിലും നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ കുടുംബത്തിലും ഇത് ഒരു ജീവിത ശൈലിയാക്കി മാറ്റണം. ലൈഫ് സ്റ്റൈൽ എല്ലാവരും ചേഞ്ച് ചെയ്യും. എപ്പോഴാണെന്നറിയോ? എല്ലാ ഹാർട്ട് അറ്റാക്കും വന്ന് കിഡ്നിയിലെ ക്രിയാറ്റിനൊക്കെ കൂടി സ്ട്രോക്കെല്ലാം വന്ന് നടക്കാൻ പറ്റാത്ത 50 വയസ്സാകുമ്പോൾ പിന്നെ അവർ ഭക്ഷണമെല്ലാം കുറച്ച് പിന്നെ എല്ലാ ദിവസവും രാവിലെ എഴുതി നടക്കുക. നമ്മൾ പിന്നെ രാവിലെ ഗ്രൗണ്ടിലൊക്കെ പോയാൽ കാണാം ഒരൊറ്റ ചെറുപ്പക്കാരുണ്ടാവില്ല അവിടെ. 30 വയസ്സിന് താഴെയുള്ള ഒരാളുണ്ടാവില്ല. എല്ലാം ഒരു 60 വയസ്സുള്ളവരുടെ ഇങ്ങനെ ഇത് വളരെ ആർത്രൈറ്റിസ് എല്ലാം വന്ന് നടക്കാൻ പറ്റാത്ത ആൾക്കാരാണ് അവിടെ കൂടുതലുണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു മെസ്സേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം, അതുപോലെ തന്നെ അമിതവണ്ണം, അതുപോലെ തന്നെ എക്സസൈസ്, അതുപോലെ തന്നെ ടെൻഷനാണ് വേറൊരു ഈ പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് ജോലി സംബന്ധമായും അതുപോലെ തന്നെ ഫാമിലി സംബന്ധമായും അതുപോലെ തന്നെ വർക്ക് സംബന്ധമായുള്ള പല ടെൻഷനുകളുണ്ടാവും അവർക്ക്. അപ്പോൾ മാക്സിമം നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പ് കൂട്ടാൻ നോക്കുക, കൂടുതൽ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക. ഇതൊരു പണ്ടൊക്കെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള പറഞ്ഞാൽ ഒന്നുകിലും ഒരു മതപരമായോ അല്ലെങ്കിൽ വേറെ ചില എന്തെങ്കിലും സോഷ്യൽ സർവീസ് ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ് ചെയ്യുന്നത്. അതല്ല, ഇത് സ്വന്തം ആരോഗ്യം നന്നാക്കാനുള്ള ഒരു ചെറിയ വിദ്യ മാത്രമാണിത്. നിങ്ങൾ മറ്റുള്ളവരെ എത്ര ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ, മറ്റുള്ളവരുടെ ഹാപ്പിനെസ്സിൽ നിങ്ങൾ എത്ര ഹാപ്പിനെസ് കാണുന്നുവോ അത് നിങ്ങളുടെ ആരോഗ്യത്തെ വളരെ വളരെ പോസിറ്റീവായിട്ട് ബാധിക്കും. ഇത് സ്റ്റഡീസാണ്, ഞാൻ അത് പറയുന്നതല്ല. ഇത് എത്രയോ പോസിറ്റീവ്. ഇപ്പോൾ ജപ്പാനിലൊക്കെ ഒരു വില്ലേജിലുള്ള ആൾക്കാർ 100 വയസ്സ് 120 വയസ്സ് വരെ ജീവിക്കുന്നതിൻ്റെ ഒരു രഹസ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. ആരോടും അസൂയ, കുശുമ്പ്, അവരോടുള്ള അടി പിടി, പക, വിദ്വേഷം അതൊന്നുമില്ല. ഒരു നല്ല ഒരു സമൂഹം. ആ സമൂഹത്തിൽ ആൾക്കാർക്ക് രോഗം കുറവാണ്, ആയുസ് കൂടുതലാണ്. ഇതൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അല്ലാണ്ട് രാവിലെ അടിച്ച് ഓടുക മാത്രമല്ല ലൈഫ് സ്റ്റൈൽ. ഒരു തെങ്ങിൽ കയറുന്നവനാണ് ജോലിയെങ്കിൽ അവൻ എന്തിനാണ് ഓടുന്നത്? അവൻ അത് തന്നെയല്ല എക്സസൈസ്. അവൻ ഓടേണ്ട ആവശ്യമില്ല. അവൻ്റെ ലൈഫ് സ്റ്റൈൽ അവൻ ബീഡി അടിക്കാതിരിക്കുക, കള്ളു കുടിക്കാതിരിക്കുക, അതാണ് അവൻ്റെ ലൈഫ് സ്റ്റൈൽ.
അതേസമയത്ത് ഒരു രാവിലെ ഓഫീസിൽ പോകുന്ന ഒരു ഡോക്ടറാണെങ്കിൽ അയാൾക്കൊരു പക്ഷേ ഇതിനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല, അയാൾക്ക് വളരെ ചുരുങ്ങി, അയാൾക്കാണെങ്കിൽ രാവിലെ പോയി എക്സസൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ രാവിലെ 1 മണിക്കൂർ കളിക്കാൻ പോയാലായിരിക്കും അയാളുടെ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ആൾക്കാരനുസരിച്ചിട്ട് മാറണം. അത് അസുഖം വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നൊരു സംഭവം അല്ലാതെ, അസുഖം വരും ചെറുപ്പത്തിൽ തന്നെ അതൊരു കൾച്ചറാണ്. അതൊരു സമൂഹത്തിൻ്റെ, ഒരു നാടിൻ്റെ, ഒരു ഫാമിലിയുടെ എല്ലാത്തിലും ഒരു കൾച്ചറാക്കി മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമൂഹത്തിൽ രോഗം ഇല്ലാതെയാവും. ആ സമൂഹത്തിൽ രോഗം ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. ഈ എല്ലാ നെഞ്ഞുവേദനയും ഹാർട്ടിൻ്റെ വേദനയല്ല. പല ആൾക്കാർക്കുള്ള സംശയം എന്ന് പറഞ്ഞാൽ വേദന വന്നു കഴിഞ്ഞാൽ അപ്പാടെ പോയി ഹാർട്ട് അറ്റാക്കിൻ്റെ വേദനയാണ്. അപ്പം ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ വേദനയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്, ചില ക്യാരക്ടേഴ്സ് ഉണ്ട് അതിന്. അതായത് ഹാർട്ടിൻ്റെ ഈ നെഞ്ഞിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് അത് വരിക. ആ വേദന ചിലപ്പോൾ റേഡിയേഷൻ എന്ന് പറയും, അത് ബാക്കിലോട്ട് പോകും, 2 ഷോൾഡറിലോട്ട് പോകും. ചില ആൾക്കാർക്ക് അത് ഇടത്തെ കൈയിലോട്ട് പോകും, വലത്തെ കൈയിലോട്ട് അധികം പോകാറില്ല. പിന്നെ ഈ വേദനയുടെ കൂടെ ചില ആൾക്കാർക്ക് പിന്നെ സ്വെറ്റിംഗ് ഉണ്ടാവും, ചില ആൾക്കാർക്ക് ചെറിയൊരു തലകറക്കം പോലെ ഉണ്ടാവും. ചില ആൾക്കാർക്ക് ഈ വേദന ഒരു 5 മിനിറ്റ് അല്ല ഉണ്ടാവുക, ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ ഉണ്ടാവും. ശക്തമായ വേദനയാണ്. ഹാർട്ട് അറ്റാക്കിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ വേദനയാണ്. അതുപോലെ തന്നെ ഈ വേദന ജീവിതത്തിൽ ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ലാത്തത്ര മാത്രം കഠിനമായ വേദനയാണ്. നമുക്കത് അനുഭവപ്പെടാത്തതുകൊണ്ട് നമുക്കത് എത്രത്തോളം വേദന എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഭയങ്കര വേദന എന്നാണ് അനുഭവിച്ച ആൾക്കാർ പറയുന്നത്. പിന്നെ ഈ വേദന ചില ആൾക്കാർക്ക് അനുഭവപ്പെടുന്നത് വളരെ ഈ ആരോ ഒന്ന് നെഞ്ഞിലിരുന്ന പോലെ, എന്തോ ഒരു ഭാരം വെച്ച പോലെ, കാലിൽ ഇങ്ങനെ അമർത്തുന്ന പോലെ, ശ്വാസം കിട്ടാത്ത പോലെ. ചില ആൾക്കാർ ഒരു പുകച്ചിലെന്ന് പറയും, ഈ എരിച്ചിലെന്ന് പറയില്ലേ, ഈ ഗ്യാസിൻ്റെ വേദന ഉണ്ടാവില്ല, അതുപോലെയും വരാം. ചില ആൾക്കാർക്ക് ഭയങ്കരമായി ഏമ്പക്കമായിട്ട് മാത്രമായിട്ടും വരാം. അത് അപൂർവമാണ്. സാധാരണ വരുന്ന വേദന ഇങ്ങനെയാണ്. ഇതിൻ്റെ കൂടെ ചില ആൾക്കാർക്ക് ബ്രീത്തിങ് ഡിസ്കംഫർട്ട് ഉണ്ടാവാം, സ്വെറ്റിംഗ് ഉണ്ടാവാം, ഒരു ശ്വാസം കിട്ടാത്ത അവസ്ഥ ഉണ്ടാവാം. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഈ നെഞ്ഞുവേദന, ഹാർട്ടിൻ്റെ അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ. അതേസമയത്ത് ഹാർട്ട് അറ്റാക്ക് അല്ലാത്ത വേദനകളുണ്ട്. അത് ചിലപ്പോൾ കുത്തുന്ന പോലെ 2 മിനിറ്റ് വരിക, അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് വന്ന് പോവുക, പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞ് പിന്നെ ഒരു 3 മിനിറ്റ് വന്ന് പോവുക, അങ്ങനെയുള്ള വേദനകൾ. പിന്നെ ചിലപ്പോൾ ശ്വാസം വലിക്കുമ്പോൾ മാത്രം ഒരു നെഞ്ഞുവേദന വരിക, അത് ഹാർട്ടിൻ്റെ വേദനയല്ല. പല ആൾക്കാർക്ക് ഭക്ഷണം കഴിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ മാത്രം വേദന വരിക, ഇവിടെ അത് പുകച്ചിൽ വരിക, അത് സാധാരണഗതിയിൽ ഹാർട്ടിൻ്റെ വേദനയല്ല. അതേസമയത്ത് ഭക്ഷണം കഴിച്ച് നടക്കുമ്പോൾക്ക്, ഭക്ഷണം കഴിഞ്ഞ് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾക്ക് ഒരു പ്രത്യേകതരം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് പോസ്റ്റ് പ്രാൻഡിയൽ അഞ്ചൈന എന്ന് പറയും. അത് ചിലപ്പം ഹാർട്ട് അറ്റാക്കിൻ്റെ സൂചനയായിരിക്കും. അത് ചില ആൾക്കാർക്ക് ഈ ശക്തമായ വേദന വരുന്നതിന് 3 ദിവസം മുമ്പ്, അല്ലെങ്കിൽ 2 ദിവസം മുമ്പ്, അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് പ്രോഡ്രോമൽ സിംറ്റം ഉണ്ടാവും. ചെറിയൊരു അസ്വസ്ഥത, മുമ്പ് ഇല്ലാത്ത പോലത്തെ ഒരു അസ്വസ്ഥത. ഇന്നൊരു 2 മണിക്കൂർ ഉണ്ടായിരുന്നു, പിന്നെ അത് പോയി, ഗ്യാസിൻ്റെ ഗുളിയൊക്കെ കഴിച്ചപ്പോൾ പോയി, പിന്നെ ഒരു വൈകുന്നേരം ഉണ്ടായി, പിന്നെ നാളെ ഉണ്ടായി. അങ്ങനെ പ്രോഡ്രോമൽ സിംറ്റം ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ചിലപ്പോൾ ഹാർട്ട് അറ്റാക്കിലേക്ക് നീങ്ങുന്ന വേദനയാവാം. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഇത് പറഞ്ഞ പോലെ 25 വയസ്സുള്ള കുട്ടി ഇതിനെ പോയിട്ട് നേരെ പോയിട്ട് ഹാർട്ട് അറ്റാക്കിൻ്റെ ചികിത്സ എടുക്കേണ്ട കാര്യമില്ല. അതേസമയത്ത് ഇങ്ങനെയുള്ള സംശയം വർദ്ധിക്കുന്നത്, ഇങ്ങനെയുള്ള വേദന ഒരു 40 വയസ്സിൽ കൂടിയ ആൾക്കാർക്ക്, ഷുഗറുള്ള ആൾക്കാർക്ക്, പ്രഷറുള്ള ആൾക്കാർക്ക്, സ്മോക്ക് ചെയ്യുന്നവർക്ക്, ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക്, ഒബീസിറ്റി ഉള്ളവർക്ക്, ഈ 6 കാറ്റഗറിയിൽ ആണുങ്ങൾക്ക് പ്രത്യേകിച്ചിട്ട്, ഈ 7 കാറ്റഗറിയിൽ 8 കാറ്റഗറിയാണ്, വയസ്സും കൂടുമ്പോൾ 8 കാറ്റഗറി, ഈ 8 കാറ്റഗറിയിലുള്ള ആർക്കെങ്കിലും ഇങ്ങനെയുള്ള വേദന ഉണ്ട്, നമുക്ക് സസ്പീഷൻ വളരെ കൂടുതലാണ്. ഒരാൾക്ക് 40 വയസ്സിൻ്റെ ഒരു റിസ്ക് ഫാക്ടറും ഇല്ല, സംശയം കുറവാണ്. അതേസമയത്ത് 35 വയസ്സേ ഉള്ളൂ, പക്ഷേ ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, സംശയം വളരെ കൂടുതലാണ്. അങ്ങനെയുള്ളവർക്ക് ആദ്യം തന്നെ ഡോക്ടറെ അടുത്ത് പോയി ECG, എക്കോ, ബ്ലഡ് ടെസ്റ്റ്, ഇത് 3 ചെയ്ത് ഹാർട്ടിൻ്റെ അല്ല എന്നുള്ളത് സ്ഥിരീകരിക്കണം. താങ്ക് യു വെരി മച്ച്.